എം ടി ഓർമ്മയായി. ഇപ്പോൾ മനസ്സിൽ നിറയുന്നത് രണ്ട് ഫോട്ടോകളാണ്. ഒരു ദൃശ്യം ഇതാണ്. എം ടിയുടെയും മമ്മൂട്ടിയുടെയും കുടുംബങ്ങളാണ് ഫോട്ടോയിൽ. ഈ ഫോട്ടോയിൽ എം ടിയെ സൂക്ഷിച്ചു നോക്കൂ. അപൂർവമായി മാത്രം എം ടിയുടെ മുഖത്ത് വിരിയാറുള്ള ഒരു ചെറു പുഞ്ചിരിയുണ്ട്. അത്രമേൽ പ്രിയപ്പെട്ട ഒരാളുടെ സാമീപ്യത്തിൽ മാത്രമേ എം ടിയുടെ മുഖത്ത് ഈ പുഞ്ചിരി നിറയാറുള്ളൂ. ഇനി മറ്റൊരു ഫോട്ടോയെക്കുറിച്ച് പറയാം. 91ാം ജന്മദിന ആഘോഷത്തിനിടെ മമ്മൂട്ടിയുടെ നെഞ്ചിൽ തലചായ്ച്ച് നിൽക്കുന്ന എം ടി. അപൂർവങ്ങളിൽ അപൂർവമായ നിമിഷം. എം ടിയും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇഴയടുപ്പം മുഴുവൻ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ഫോട്ടോ. എം ടി ഓർമ്മയായി. ഏറെ വൈകാരികമായ കുറിപ്പാണ് മമ്മൂട്ടി പങ്കുവച്ചത്. 4 പതിറ്റാണ്ട് നീണ്ട ബന്ധത്തിന്റെ ഊഷ്മളത നിറയുന്നുണ്ട് മമ്മൂട്ടിയുടെ അക്ഷരങ്ങളിൽ. മമ്മൂട്ടി കുറിക്കുന്നത് ഇങ്ങനെ: ചിലരെങ്കിലും പറയാറുണ്ട് എം ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു. കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു. സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അത് പെരുകി. 4-5 മാസം മുമ്പ് എറണാകുളത്തൊരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ് എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഓർക്കുന്നില്ലിപ്പോൾ. ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ്. എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വയ്ക്കുന്നു. ഇങ്ങനെയാണ് മമ്മൂട്ടി കുറിച്ചത്. ഒരിക്കൽ എം ടി പറഞ്ഞു, മമ്മൂട്ടിയിലെ നടനെ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾ കണ്ടെത്തുമെന്ന കാര്യം ഉറപ്പാണെന്ന്. ഞാനതിന് നിമിത്തമായി എന്നേ ഉള്ളൂ. എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. വ്യത്യസ്തങ്ങളായ അനേകം കഥാപാത്രങ്ങളെ മമ്മൂട്ടി വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടേറിയ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വടക്കൻ വീരഗാഥ, ആയുധാഭ്യാസം, കളരിപ്പയറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ സ്വാഭാവികമായി മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യാൻ സാധിച്ചുവെന്ന് ചോദിച്ചാൽ അധ്വാനം തന്നെ എന്നാണ് ഉത്തരം. ചിലർ അഭിമുഖങ്ങളിൽ ചോദിക്കാറുണ്ട്, മമ്മൂട്ടി ഉദ്ദേശിച്ചിട്ടാണോ എഴുതിയതെന്ന്. അല്ല, മമ്മൂട്ടി ഉദ്ദേശിച്ചല്ല എഴുതാറ്. പക്ഷേ എഴുതി കഴിയുമ്പോൾ ഇത് മമ്മൂട്ടി ചെയ്താൽ കൊള്ളാമെന്ന് തോന്നും. ഇന്ന് അയാളുടെ തീയതി ഉണ്ടെന്ന് പറഞ്ഞ് അയാൾക്ക് പറ്റിയ കഥ വേണമെന്ന് പറഞ്ഞ് ഒരു സംവിധായകനും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഹരിഹരനോ IV ശശിയോ ഒന്നും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വന്നിട്ടില്ല. പറഞ്ഞാൽ ഞാനത് കേൾക്കുകയുമില്ല. അത് വേറെ കാര്യം. പക്ഷെ എഴുതി കഴിയുമ്പോൾ ആ കഥാപാത്രത്തിന് എൻ്റെ മനസ്സിലൊരു രൂപമുണ്ട്. രൂപം, രൂപഘടന, ആകൃതി, പ്രകൃതി, ചലനം, സംസാരം എന്നിങ്ങനെ. അതിന് യോജിച്ച ആളായിരിക്കും മമ്മൂട്ടി, എം ടി പറഞ്ഞു. എം ടിക്ക് മുന്നിൽ അച്ചടക്കമുള്ള വിദ്യാർത്ഥിയെ പോലെയായിരുന്നു മമ്മൂട്ടി. ഗുരുവായിരുന്നു മമ്മൂട്ടിക്ക് എം ടി. പിതാവിന്റെ സ്ഥാനമാണ് മമ്മൂട്ടി എം ടിക്ക് നൽകിയതെന്ന് മമ്മൂട്ടിയുടെ അനുസ്മരണക്കുറിപ്പിൽ നിന്ന് വ്യക്തമാണ്. പ്രിയപ്പെട്ട എം ടിയെ കാണാൻ മമ്മൂട്ടി എത്തില്ലേ? എല്ലാവരും ചോദിക്കുന്നത് അതാണ്. മമ്മൂട്ടി ഇപ്പോൾ അസർബൈജാനിലാണ്. എം ടിയെ കാണാൻ മമ്മൂട്ടി എത്തുമോ? അസർബൈജാനിൽ നിൽക്കുമ്പോഴും മമ്മൂട്ടിയുടെ മനസ്സും ചിന്തകളും കോഴിക്കോട്ടെ സിതാരയിൽ ശാന്തനായി ഉറങ്ങുന്ന ഗുരുവിനൊപ്പമായിരിക്കുമെന്ന് ഉറപ്പാണ്.